ഉണ്ടോ ജിൻസ്? ജിൻസ് എന്താണ് കേട്ടില്ലേ? നൂറുദ്ദീന്റെ വാക്കുകൾ കേട്ടല്ലോ, വല്ലാത്ത അവസ്ഥയാണ്. അതിദാരുണമായിട്ടുള്ള സംഭവം തന്നെയാണ് നിലവിൽ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത്. വലിയ നാശനഷ്ടങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 200-300ഓളം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ പ്രദേശങ്ങളിൽ കുറച്ച് വീടുകൾ മാത്രമാണുള്ളത്. ബാക്കി എല്ലാ വീടുകളും തകർന്നൊരു കാഴ്ചയാണ് നിലവിൽ ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ തവണത്തെ 2018-ലെ പുത്തുമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിനെ ഇരട്ടിയായിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ആണ് ഇവിടെ സംഭവിച്ചത് എന്ന് തന്നെ പറയാൻ. വലിയ ദുരന്തമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നിലവിൽ ഈ കുടുങ്ങിക്കിടക്കുന്ന ഓരോ വീടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ കാണുന്നത്. ഫയർഫോഴ്സും NDRF സംഘവും ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഈ കുടുങ്ങിക്കിടക്കുന്നവരെ ആദ്യം കരയ്ക്ക് എത്തിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വലിയ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്ന രീതിയിലാണ് ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ളത്. ഗതാഗതം പൂർണ്ണമായും സംരക്ഷിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. വലിയ മരങ്ങളടക്കം തകർന്ന് അടിഞ്ഞിരിക്കുകയാണ് ഈ റോഡുകൾ. അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾ പോകുന്നതിനോ മറ്റ് ആളുകളെ ആശുപത്രിയിലേക്കോ മറ്റോ കൊണ്ടുപോകുന്നതിന് വലിയ ഒരു തടസ്സം നേരിടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. കഴിഞ്ഞ തവണ, അതായത് ഇന്നലെ, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ തീവ്ര മഴ രേഖപ്പെടുത്തിയത് ഈ മേഖലയിലായിരുന്നു. മേപ്പാടി അതുപോലെ തന്നെ ഈ മുണ്ടക്കൈ പ്രദേശത്ത് തന്നെയായിരുന്നു. ഇന്നലെ പ്രദേശവാസികൾക്ക് കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. അതുപോലെ തന്നെ ടൂറിസം വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും സഞ്ചാരികളെ നിരോധിക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് പുലർച്ചെ 2:30യോടുകൂടിയാണ് ഈ അതിദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ വലിയ ശബ്ദം കേട്ടതോടുകൂടെ പല ആളുകളും വീട്ടിൽ നിന്നും ഇറങ്ങി ഓടുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര പേർ ഇതിൽ ഉണ്ട്, എത്ര പേർ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും നിലവിൽ ഈ തിരച്ചിലും അതുപോലെ തന്നെ ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ഒരു നീക്കങ്ങളാണ് നിലവിൽ നടത്തുന്നത്. ജിൻസ് അതാണ് അവസ്ഥ. ഏതായാലും ഈ രക്ഷാപ്രവർത്തകർക്ക് പോലും അങ്ങോട്ടേക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ആ ദുരന്തത്തിന്റെ വ്യാപ്തി വല്ലാതെ കൂടുന്നുണ്ട് ജിൻസ്. കാരണം ചുറ്റുപാടും ഒറ്റപ്പെട്ട അവസ്ഥയാണ്. ഇപ്പോൾ നൂറുദ്ദീൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഈ ഒരുപാട് ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു. 10,500 ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. ഒരുപാട് മരണങ്ങൾ സംഭവിച്ചു എന്ന് പറയുന്നു. നിലവിളിക്കുകയാണ് ആ പഞ്ചായത്ത് മെമ്പർ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട്. ജിൻസ് ജിൻസ് ഈ ഒരു പാലം പൂർണ്ണമായി ഒലിച്ചുപോയി എന്ന് പറയുന്നു. അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തകർക്ക് ചെല്ലാൻ സാധിക്കുന്നില്ല എന്ന പ്രശ്നമുണ്ട്. അങ്ങനെ അനവധി കാര്യങ്ങളാണ് അവിടെ. തീർച്ചയായും രക്ഷാ സംഘത്തിന് തന്നെ വലിയ തടസ്സമുണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ കിടക്കുന്നത്. വലിയ പാറകളും അതുപോലെ തന്നെ വ്യാപകമായിട്ടുള്ള മണ്ണിടിച്ചിലും മരത്തിന്റെ കമ്പുകളടക്കം വലിയ തടിക്കഷ്ണങ്ങളടക്കം വന്നുകൊണ്ട് തന്നെ ഗതാഗതം പൂർണ്ണമായും സംരക്ഷിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിലുള്ളത്. ഈ മേഖലയിലേക്ക് പോകാനുണ്ടായിരുന്ന ഏക പാലമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ പാലമാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. എന്തായാലും നിലവിൽ ഈ ഉരുൾപൊട്ടലുണ്ടായ സമീപ പ്രദേശങ്ങളിലെ സ്ഥലത്തു കൂടിയാണ് ഈ രക്ഷാപ്രവർത്തനം നിലവിൽ പുരോഗമിക്കുന്നത്. എന്തായാലും ഈ രക്ഷപ്പെട്ട നിരവധി ആളുകളും ഈ മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവരെല്ലാം തന്നെ ഓരോ വീടുകളുടെ ടെറസിന്റെ പൊക്കത്തൊക്കെ ആയിട്ടായിരുന്നു അഭയം തേടിയത്. ഇവരെ രക്ഷപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ നമുക്ക് ഇവിടെ നിന്നും പറയാനുള്ളത്. ഈ കഴിഞ്ഞ തവണത്തെ പുത്തുമലയിലെ ദുരന്തത്തെക്കാൾ ഇരട്ടിയായിരുന്നു ഇപ്പോഴത്തെ ദുരന്തം എന്നുള്ളതാണ് നിലവിൽ ഈ പ്രദേശവാസികളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രക്ഷാപ്രവർത്തകർ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് ഈ പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല എന്ന് തന്നെയുള്ളതാണ്. വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലാണ് ഉണ്ടായിട്ടുള്ളത്. പാറക്കഷ്ണങ്ങൾ അതുപോലെ തന്നെ വലിയ മരങ്ങൾ, തടികൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൊണ്ട് അടിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രക്ഷപ്പെടുത്ത ആളുകളെ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ മറ്റുള്ള തിരച്ചിൽ നടത്താനോ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കൂടുതൽ ഫോഴ്സ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.